Hi students, in this section I discuss about the topic check, types of check and crossing of check. Check means it is a negotiable instrument. It is issued by the banker to the customer while opening current and savings account in a bank. It is used by the customer while conducting banking transaction smoothly. That means ചെക്ക് എന്ന് പറഞ്ഞാൽ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. സാധാരണയായിട്ട് ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് കസ്റ്റമേഴ്സിന് ചെക്ക് ബുക്ക് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ചെക്കിലൂടെ നമുക്ക് ബാങ്കിങ് ട്രാൻസാക്ഷൻ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ചെക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നുകിൽ സിമ്പിൾ ഡെലിവറിയിലൂടെയോ അല്ലെങ്കിൽ നമുക്ക് എൻഡോഴ്സ്മെൻറ്റിലൂടെയോ ചെയ്യാവുന്നതാണ്. Next definition. As per the amendment section 6, a check is a bill of exchange drawn on a specified banker and not expressed to be payable otherwise than on demand, and it includes the electronic image of a truncated check and a check in the electronic form. ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ബാങ്കിൻ്റെ പേരിൽ ഡ്രോ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾവേസ് പേയബിൾ ഓൺ ഡിമാൻഡ്. എപ്പോഴും എപ്പോഴാണോ കസ്റ്റമർ ആവശ്യപ്പെടുന്നത് ആ സമയത്ത് മാത്രമേ ബാങ്കർക്ക് ചെക്കിൻ്റെ മുകളിൽ എമൗണ്ട് പേ ചെയ്ത് കൊടുക്കേണ്ടതുള്ളൂ. നെക്സ്റ്റ്, പാർട്ടീസ് ഓഫ് എ ചെക്ക്. മെയിൻലി 3 parties are involved: drawer, drawee and payee. Drawer is the person who issues a check. ഡ്രോവർ എന്ന് പറഞ്ഞാൽ ആരാണോ ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത് അയാളെ നമുക്ക് ഡ്രോവർ എന്ന് പറഞ്ഞാൽ മെയിൻലി കസ്റ്റമർ ഓഫ് എ ബാങ്ക്. നെക്സ്റ്റ്, ഡ്രോയി. ഡ്രോയി ഈസ് ദ ബാങ്ക് ഓൺ വിച്ച് എ ചെക്ക് ഈസ് ഇഷ്യൂഡ്. ഏത് ബാങ്കിൻ്റെ പേരിലാണോ ചെക്ക് ഇഷ്യൂ ചെയ്യുന്നത് ആ ബാങ്കിനെയാണ് ഡ്രോയി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ്, പേയി. പേയി ഈസ് ദ പേഴ്സൺ ടു ഹൂം ദ എമൗണ്ട് ഓഫ് എ ചെക്ക് ഈസ് പേയബിൾ. അതായത് ആരുടെ പേരിലാണോ അല്ലെങ്കിൽ ആർക്കാണോ നമ്മൾ ചെക്ക് പേ ചെയ്ത് കൊടുക്കുന്നത് അയാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പേയി എന്ന് പറയപ്പെടുന്നത്. നെക്സ്റ്റ്, കൈൻഡ്സ് ഓഫ് ചെക്ക്. ഫസ്റ്റ് വൺ, ബിയറർ ചെക്ക്. എ ബിയറർ ചെക്ക് ഈസ് ഓൾവേസ് പേയബിൾ ടു എ ബിയറർ. ബിയറർ ചെക്ക് എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ആരാണോ ചെക്ക് കൈവശം വെച്ചിരിക്കുന്നത് അയാൾക്കാണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നത്, പേ ചെയ്ത് കൊടുക്കുന്നത്. ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ബിയറർ ചെക്ക് ഈസ് ദ നെയിം ഓഫ് ദ പേയി നീഡ് നോട്ട് ബി റിട്ടൺ ഇൻ എ ബിയറർ ചെക്ക്. ബിയറർ ചെക്കിൽ പേയിയുടെ പേര് നമ്മൾ എന്ത് ചെയ്യില്ല, മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബൈ വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ ബൈ മിയർ ഡെലിവറി. ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കൈകളിലേക്ക് നമുക്ക് മിയർ ഡെലിവറിയിലൂടെ കൈമാറ്റം ചെയ്യാനായിട്ട് പറ്റുന്നു. നെക്സ്റ്റ്, ദ ബാങ്ക് ഷാൾ ടേക്ക് ദ സിഗ്നേച്ചർ ഓഫ് ദ ബിയറർ ഹു എൻകാഷ് ദ ചെക്ക് അറ്റ് ദി കൗണ്ടർ. ബാങ്ക് സാധാരണ കസ്റ്റമർ കൗണ്ടറിൽ ചെക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ സിഗ്നേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, റിസീവ് ചെയ്തതിന് ശേഷം മാത്രമേ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്ത് കൊടുക്കുകയുള്ളൂ, ബിയറർ ചെക്കിൻ്റെ മുകളിൽ പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. Next, order check. An order check is a check which is payable to a certain person. അതായത് ഒരു നിശ്ചിത വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് നമ്മൾ ഡ്രോ ചെയ്യുന്ന ചെക്കിനെയാണ് ഓർഡർ ചെക്ക് എന്ന് പറയുന്നത്. മെയിൻ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് ദ നെയിം ഓഫ് ദ പേയി ഷുഡ് ബി മെൻഷൻഡ്. പേയിയുടെ പേര് കൃത്യമായി ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും, ഓർഡർ ചെക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓർഡർ ചെക്ക് കനോട്ട് ബി ട്രാൻസ്ഫേർഡ് ബൈ മിയർ ഡെലിവറി. ഓർഡർ ചെക്ക് മിയർ ഡെലിവറിയിലൂടെ നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റില്ല, ഓൺലി എൻഡോഴ്സ്മെൻറ്റിലൂടെ മാത്രമേ കൈമാറ്റം ചെയ്യാൻ പറ്റുള്ളൂ. ദ പേയിങ് ബാങ്കർ ഷുഡ് മേക്ക് പ്രോപ്പർ എൻക്വയറി അബൌട്ട് ദ ഐഡൻറ്റിറ്റി ഓഫ് ദ പേയി ബിഫോർ ഹോണറിങ് ദ ചെക്ക്. ചെക്ക് ഹോണർ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപ് പേയിയുടെ ഐഡൻറ്റിറ്റി കൃത്യമായി എൻക്വയർ ചെയ്തതിന് ശേഷം മാത്രമേ ബാങ്ക് ഓർഡർ ചെക്കിൻ്റെ മുകളിൽ പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. Next, MICR check. In order to speed up the check clearing process, the bank in India has recently introduced mechanized check processing system. This system utilizes MICR, that means magnetic ink character recognition technology, to process check.
MICR ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെക്ക് ക്ലിയറിംഗ് പ്രോസസ്സ് കുറച്ചുകൂടി സ്പീഡപ്പ് ആക്കുന്നതിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജി സിസ്റ്റമാണ് MICR എന്ന് പറയുന്നത്, അതായത് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ക്വാളിറ്റി പേപ്പർ ആൻഡ് പ്രിൻറ്റിംഗ് സ്പെസിഫിക്കേഷൻ ആയിരിക്കും. അതായത് ഈ ചെക്കിൻ്റെ അടിയിൽ ചില കോഡ് നമ്പേഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ സ്പെഷ്യൽ ക്വാളിറ്റി പേപ്പേഴ്സിനോട് കൂടിയിട്ടാണ് ഈ ചെക്ക് മെയിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ചെക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോഡ് നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് 6 numbers indicate the check number, next 3 numbers indicate city code, next 3 numbers bank code, next 3 numbers branch code. Next types of check, truncated check. According to section 6 subsection B, a check which is truncated during the course of a clearing cycle either by the clearing house or by the bank, whether paying or receiving payment, immediately on generation of an electronic image for transmission, substituting the further physical movement of the check in writing. ട്രങ്കേറ്റഡ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പർ ചെക്കിൻ്റെ ഇലക്ട്രോണിക് ഇമേജോട് കൂടിയിട്ടുള്ള ചെക്കിനെയാണ് ട്രങ്കേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്. മെയിനായിട്ട് ക്ലിയറിംഗ് പ്രോസസ്സ് സ്പീഡപ്പ് ആക്കുന്നതിന് വേണ്ടി നമ്മൾ പേപ്പർ ചെക്കിൻ്റെ ഇലക്ട്രോണിക് ഇമേജ് ആക്കി മാറ്റിയെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രങ്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കസ്റ്റമേഴ്സിന് ചെക്കിൻ്റെ മുകളിൽ പേയ്മെൻറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് പേ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി പേപ്പർ ചെക്കിനെ നമ്മൾ ഇലക്ട്രോണിക് ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചെക്കിനെയാണ് ട്രങ്കേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ചെക്കുകൾ പിന്നീട് കൈവശം വയ്ക്കുന്നത് ക്ലിയറിംഗ് ഹൗസോ അല്ലോ ബാങ്കോ ആയിരിക്കും. സാധാരണയായിട്ട് ട്രങ്കേഷൻ നടത്താനുള്ള റൈറ്റ് ക്ലിയറിംഗ് ഹൗസിനോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ബാങ്കിനോ ആയിരിക്കും സാധാരണയായിട്ട് ഈ ട്രങ്കേഷൻ നടത്താനുള്ള റൈറ്റ് ഉള്ളത്. കസ്റ്റമേഴ്സിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫണ്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി ബാങ്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ട്രങ്കേറ്റഡ് ചെക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Last one, electronic check. As per new section 6 subsection B, a check in the electronic form means a check which contains the exact mirror image of a paper check and is generated, written and signed in secure system, ensuring the minimum safety standards with the use of digital signature, with or without biometric signature and asymmetric crypto system. The electronic check എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്റ്റ് മിറർ ഇമേജ് ഓഫ് എ പേപ്പർ ചെക്ക്. പേപ്പർ ചെക്കിൻ്റെ എക്സാക്റ്റ് എന്താണ്, ഇമേജോട് കൂടിയിട്ടുള്ള ചെക്കിനെയാണ്, പേപ്പർ ചെക്കിൻ്റെ എക്സാക്റ്റ് ഇമേജോട് കൂടിയുള്ള ചെക്കിനെയാണ് ഇലക്ട്രോണിക് ചെക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് signed in a secured manner using digital signature and asymmetric crypto system. ബയോമെട്രിക് സിഗ്നേച്ചർ യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോണിക് ചെക്ക് എന്ത് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻ നടത്തുന്നത്. മെയിൻലി പേപ്പർ ചെക്കിൻ്റെ എക്സാക്റ്റ് മിറർ ഇമേജ് ആണ് ഏത് ചെക്ക് എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് ചെക്ക് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിന് വളരെ കൺവീനിയൻസ് ആയി ട്രാൻസാക്ഷൻ നടത്തുന്നതിന് വേണ്ടി ബാങ്ക് കസ്റ്റമേഴ്സിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ഫെസിലിറ്റിയാണ് ഇലക്ട്രോണിക് ചെക്ക്. നെക്സ്റ്റ്, ക്രോസിംഗ് ഓഫ് ചെക്ക്. ചെക്ക് ആർ ഓഫ് മെയിൻലി 2 types, ഓപ്പൺ ചെക്ക് ആൻഡ് ക്രോസ്ഡ് ചെക്ക്. എ ചെക്ക് വിത്തൗട്ട് ക്രോസിംഗ് ഈസ് കോൾഡ് ഓപ്പൺ ചെക്ക്. ഓപ്പൺ ചെക്ക് ആർ പേയബിൾ അറ്റ് ദി കൗണ്ടർ ഓഫ് ദ ബാങ്ക് ടു എനി പേഴ്സൺ ഹൂ പ്രസൻറ്റ് ഇറ്റ്. ചെക്കുകൾ മെയിനായിട്ട് 2 രീതിയിലുണ്ട്, ഓപ്പൺ ചെക്കും ഉണ്ട്, ക്രോസ്ഡ് ചെക്കും ഉണ്ട്. ക്രോസ് ചെയ്യാത്ത ചെക്കുകളെ ഓപ്പൺ ചെക്ക് എന്നും, ഓപ്പൺ ചെക്കുകൾ സാധാരണയായിട്ട് കൗണ്ടറിലൂടെ ആരാണോ പ്രസൻറ്റ് ചെയ്യുന്നത് അവർക്ക് പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ്, ക്രോസിംഗ് is a direction to the paying banker to pay the amount of the check only to a banker and not directly to a person who present it at the counter. ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയിങ് ബാങ്കർക്കുള്ളൊരു ഡയറക്ഷനാണ്. ചെക്കിൻ്റെ മുകളിലെ പേയ്മെൻറ്റ് ഒരിക്കലും കസ്റ്റമർക്ക് നേരിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാതെ അക്കൗണ്ടിലേക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനുള്ള അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ക്രോസിംഗ് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്.
ഇനി ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയിങ് across the face of the check two parallel transverse line with or without the word and company. ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ ചെക്കിൻ്റെ മുകളിൽ ഡ്രോ ചെയ്യുന്നതിന് എന്ന് പറയുന്നത് ക്രോസിംഗ് എന്ന് പറയുന്നത്. ആൻഡ് കമ്പനിന്നോ അക്കൗണ്ട് പേയിന്നോ നോട്ട് നെഗോഷ്യബിൾസിനോ ആഡ് ചെയ്തുകൊണ്ട് ചെക്കിൻ്റെ മുകളിൽ ടു പാരലൽ ട്രാൻസ്വേഴ്സ് ലൈനോട് കൂടി ഡ്രോ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്രോസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് ടൈപ്സ് ഓഫ് ക്രോസിംഗ്. ഫസ്റ്റ് വൺ ജനറൽ ക്രോസിംഗ്. Section 123 of the Negotiable Instrument Act 1881 defines general crossing as follows, where a check bears across its face an addition of the words and company or any abbreviation thereof between two parallel transverse line or of two parallel transverse lines simply, either with or without the words not negotiable. That addition shall be deemed to be crossing and the check shall be deemed to be crossed generally. അതായത് ജനറൽ ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് കമ്പനിന്നോ അല്ലെങ്കിൽ അതിൻ്റെ അബ്രീവിയേഷൻസോട് കൂടി ചെക്കിൻ്റെ ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ ടു പാരലൽ ട്രാൻസ്വേഴ്സ് ലൈനോട് കൂടി ഡ്രോ ചെയ്തുകൊണ്ട് തയ്യാറാക്കുന്ന ചെക്കിനെയാണ് ജനറൽ ക്രോസിംഗ് എന്ന് പറയുന്നത്. Main features of general crossing. First one, there must be two parallel transverse lines on the face of the check. The lines are generally drawn in the left hand top corner of the check. The words and company or its abbreviation may be written in between these lines. The words such as not negotiable or account payee can also be added with the general crossing. The paying banker is required to pay the amount of a generally crossed check to another bank and not at the holder. മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ടു പാരലൽ ട്രാൻസ്വേഴ്സ് ലൈനോട് കൂടിയിട്ടുള്ളതാണ്. ചെക്കിൻ്റെ ലെഫ്റ്റ് ടോപ്പ് കോർണറിലാണ് പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻ ഡ്രോ ചെയ്യുന്നത്. ആൻഡ് കമ്പനിന്നോ അല്ലെങ്കിൽ അതിൻ്റെ അബ്രീവിയേഷൻസോ എഴുതിക്കൊണ്ടാണ് സാധാരണയായിട്ട് ജനറൽ ക്രോസിംഗ് ചെയ്യുന്നത്. നോട്ട് അല്ലെങ്കിൽ നോട്ട് നെഗോഷ്യബിൾ എന്നോ അക്കൗണ്ട് പേയിന്നോ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ദ പേയിങ് ബാങ്കർ ഓൺലി പേ ദ എമൗണ്ട് ഓഫ് ദ ചെക്ക് ത്രൂ എ ബാങ്ക് നോട്ട് അറ്റ് ദി കൗണ്ടർ. Next, special crossing. Section 124 of the Negotiable Instrument Act 1881 defines special crossing as follows, where a check bears across its face the addition of the name of a banker with or without the words not negotiable, that addition shall be deemed a crossing and the check shall be deemed to be crossed specially and to be crossed to that banker. That means special crossing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ two parallel transfers are not essential, but in the case of the name of the collecting banker should be specified in the crossing. അതായത് സ്പെഷ്യൽ ക്രോസിങ്ങിൽ കളക്റ്റിംഗ് ബാങ്കറിൻ്റെ നെയിം സ്പെസിഫൈ ചെയ്തുകൊണ്ടുള്ള ക്രോസിങ്ങിനെയാണ് സ്പെഷ്യൽ ക്രോസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നോട്ട് നെഗോഷ്യബിൾ ഓർ അക്കൗണ്ട് പേയി ആഡഡ് വിത്ത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്രോസിംഗ്. The main features of special crossing is that the name of the collecting banker should be specifically mentioned. Okay, next, not negotiable crossing. The word not negotiable may be included in general and special crossing. Inclusion of these words in the crossing has a great practical significance. Not negotiable does not mean not transferable. അതായത് നോട്ട് നെഗോഷ്യബിൾ ക്ലോസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോൺ ട്രാൻസ്ഫറബിലിറ്റി എന്നല്ല. ഇറ്റ് ഈസ് എൻ അഡീഷണൽ ഡ്യൂട്ടി ഓഫ് ദ കളക്റ്റിംഗ് ബാങ്കർ ഓർ പേയിങ് ബാങ്കർ. ഇറ്റ് ഈസ് എ വാർണിംഗ് ടു ദ പേഴ്സൺ ഹു ടേക്സ് ദ ഡോക്യുമെൻറ്റ് ദാറ്റ് ഹി ഷുഡ് ബി വെരി കെയർഫുൾ ഇൻ റിസീവിങ്. അതായത് നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് നടത്തിയിട്ടുള്ള ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ
ആർക്കാണോ കിട്ടുന്നത് അവർക്കുള്ളൊരു അഡീഷണൽ വാർണിംഗ്സ് ആണ്. വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള ചെക്കുകൾ വാങ്ങാവൂ എന്നുള്ളതാണ് ഈ നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ചെക്കുകൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ പേയിങ് ബാങ്കറും കുറച്ചെന്തായിരിക്കണം, കെയർഫുൾ ആയിരിക്കണം എന്നുള്ള ഒരു നോട്ടീസാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നോട്ട് നെഗോഷ്യബിൾ ക്രോസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് അക്കൗണ്ട് പേയി ക്രോസിംഗ്. The words account payee or payee's account may be included in general or special crossing. It is a direction to the collecting banker that he should collect the check for the benefit of the payee only and nobody else. അതായത് അക്കൗണ്ട് പേയി ക്രോസിംഗ് എന്നുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ആരാണോ യഥാർത്ഥ പേയി ആരാണോ അയാളുടെ അക്കൗണ്ടിലേക്ക് മാത്രമേ ആ ചെക്കിൻ്റെ മുകളിൽ പേയ്മെൻറ്റ് നടത്താവൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് അക്കൗണ്ട് പേയി ക്രോസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് അതായത് ആരുടെ പേരാണോ ചെക്കിൽ മെൻഷൻ ചെയ്യുന്നില്ല അയാളുടെ അക്കൗണ്ടിലേക്ക് മാത്രമേ ചെക്കിൻ്റെ മുകളിലെ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യാവൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് അക്കൗണ്ട് പേയി ക്രോസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡബിൾ ക്രോസിംഗ്. ഡബിൾ ക്രോസിംഗ് മീൻസ് ക്രോസിംഗ് എ ചെക്ക് സ്പെഷ്യലി ടു മോർ ദാൻ വൺ ബാങ്കർ. ഒന്നിൽ കൂടുതൽ തവണകളിലായി ക്രോസിംഗ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ക്രോസിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് എ ബാങ്കർ ടു whom a check is specially crossed does not have a branch at the place of the paying banker. He may cross the check specially to another banker. ഇത് ആദ്യമായി നമ്മൾ ഏത് ബാങ്കിൻ്റെ പേര് വെച്ചുകൊണ്ടാണോ നമ്മൾ ക്രോസിംഗ് ചെയ്തിട്ടുള്ളത് ആ ബാങ്കിൻ്റെ ബ്രാഞ്ചസ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ബാങ്കിൻ്റെ നെയിം വെച്ചുകൊണ്ട് നമ്മൾ ക്രോസിംഗ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡബിൾ ക്രോസിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഒബ്ലിറ്ററേറ്റിംഗ് ക്രോസിംഗ്. Obliterating a crossing means erasing the crossing on the check. ചെക്കിൻ്റെ മുകളിൽ ക്രോസിംഗ് എറൈസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഒബ്ലിറ്ററേറ്റിംഗ് ക്രോസിംഗ്. സാധാരണയായി ഡിസോണസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺസാണ് ഇത്തരത്തിലുള്ള ക്രോസിംഗ് കണ്ടക്ട് ചെയ്യുന്നത്.